ഞാനെന്ന ഭാവം, ഞാനെന്ന ചിന്ത. കുഞ്ഞിക്കവിത. കവിയാണ് ഞാൻ, ഇന്നീ കാലഘട്ടത്തിൻ്റെ കരടാണ് ഞാൻ. കവിയാണ് ഞാൻ, ഇന്നീ കാലഘട്ടത്തിൻ്റെ കരടാണ് ഞാൻ. അതിൽ കവിയോ മനുഷ്യനോ വലുതെന്നുള്ള ചിന്തയാൽ, അതിൽ കവി തന്നെ വലുതെന്നൊന്ന് വൃഥാ ചിന്തിച്ചുപോയി. കവിയാണ് ഞാൻ, ഇന്നീ കാലഘട്ടത്തിൻ്റെ കരടാണ് ഞാൻ. അതിൽ കവിയോ മനുഷ്യനോ വലുതെന്നുള്ള ചിന്തയാൽ, അതിൽ കവി തന്നെ വലുതെന്നൊന്ന് വൃഥാ ചിന്തിച്ചുപോയി. കവിക്ക് ഞാനെന്ന ഭാവമില്ല, കവിക്ക് ഞാനെന്ന ചിന്തയില്ല. ആ ചിന്തയാണല്ലോ മനുഷ്യൻ. കവിക്ക് ഞാനെന്ന ഭാവമില്ല, കവിക്ക് ഞാനെന്ന ചിന്തയില്ല. ആ ചിന്തയാണല്ലോ മനുഷ്യൻ. ഞാനെന്ന ഭാവം, ഞാനെന്ന ചിന്ത. കുഞ്ഞിക്കവിത. രചന മധു നിരഞ്ജൻ. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, ഇനി കഴിഞ്ഞു പോയ കാലങ്ങളിൽ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, ഇനി നാളെ നടക്കാൻ പോകുന്ന വരാൻ പോകുന്ന കാലങ്ങളിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണങ്ങൾക്കും കാരണം മനുഷ്യൻ്റെ ഞാനെന്ന ഭാവവും മനുഷ്യൻ്റെ ഞാനെന്ന ചിന്തയുമാണ്. അതുകൊണ്ടാണ് മനുഷ്യനേക്കാൾ, കവിയേക്കാൾ, മനുഷ്യനേക്കാൾ കവിയാണ് വലുതെന്ന് പറയാൻ കാരണം. കവിക്ക് ഞാനെന്ന ഭാവമില്ല, കവി കുരങ്ങൻ. കവിക്ക് ഞാനെന്ന ചിന്തയില്ല, ആ ചിന്തയുള്ളതാണല്ലോ, ഉള്ളവനാണല്ലോ മനുഷ്യൻ. ഞാനെന്ന ഭാവം, ഞാനെന്ന ചിന്ത, അതാണ്. അത് ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം, അത് എന്ന് ഇല്ലാതാകുന്നു അന്ന് ഈ ലോകം, മനുഷ്യർ നന്നാവും. അതങ്ങനെ ഒരു കാലം ഉണ്ടാകുമോ എന്നറിയില്ല. ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, രാജ്യങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, രാജ്യ അധികാരികൾ കാണിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിലെല്ലാം മുൻതൂക്കം ഈ ഞാനെന്ന ഭാവം, ഈ ഞാനെന്ന ചിന്ത. എന്നെ കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എല്ലാവരും എന്നെ ഞാനാണ് തലവൻ, അല്ലെങ്കിൽ ഞാനാണ് സംഭവം, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ മൊത്തം ആള് ഞാനാണ്, ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം. ഇതൊക്കെ അഹന്തയാണ്. അഹങ്കാരത്തിൽ നിന്നും ഞാനാണ് വലിയവൻ, ഞാനെന്ന ഭാവം എന്ന ആ ഭാവത്തിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അതാണല്ലോ നമുക്ക് ചുറ്റും നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ അഹന്തയിൽ നിന്നാണ്, ഈ അഹങ്കാരത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് കവി കുരങ്ങനാണ് വലുത്. കവിയെക്കാട്ടിലും, കവി നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ആണ്. അതായത് സാഹിത്യകാരന്മാരെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ, ഇതൊക്കെ അവരെല്ലാം കവി എന്ന് പറയാം. അല്ലെങ്കിൽ ആ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും, അത് ഏത് മേഖലയായി. അതാണ് പറഞ്ഞത്, കവി മനുഷ്യൻ. ഇവരിൽ ആരാണ് വലുതെന്ന് ചിന്തിക്കുമ്പോൾ കവി തന്നെയാണ് വലുതെന്ന് പറയാനായിട്ട് കാരണം, ഈ ഒരു ചെറിയ 4 വരി കവിതയിലൂടെ അർത്ഥമാക്കുന്നു. അതിൻ്റെ അർത്ഥതലങ്ങളും വളരെ വലുതാണ്. നമ്മൾ പല രീതിയിൽ ചിന്തിച്ചാൽ പല പല അർത്ഥങ്ങൾ കാണാൻ പറ്റും. അതിന് കണ്ണു തുറന്ന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. സ്വജനപക്ഷപാതത്തോടു കൂടിയല്ല മനസ്സിലാക്കേണ്ടത്, നിഷ്പക്ഷമായി മനസ്സിലാക്കണം. അതിന് കണ്ണും കാതും തുറന്നു പിടിക്കണം, പ്രതികരിക്കണം. പ്രതികരണ ശേഷിയുള്ള ഒരു സമൂഹമുണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മൾ മനുഷ്യർ നന്നാവൂ, അല്ലെങ്കിൽ നല്ല ഇതിലേക്ക് പോവും. നല്ലൊരു ലോകം, ഒരു ലോകക്രമം ഉണ്ടാകൂ. ലോകമേ തറവാട്, വസുദൈവ കുടുംബകം, ലോകമേ തറവാട്.
അതിർത്തികളില്ല, ഭാഷയില്ല, ദേശമില്ല, രാജ്യങ്ങളില്ല. മനുഷ്യർ അതുപോലെ തന്നെ മറ്റു സഹജീവികളിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സമാധാനവും സന്തോഷവും പുലരുന്ന ഒരു നല്ല നാളെ. അപ്പം ഈ ഒരു കുഞ്ഞു കവിതയിലൂടെ അർത്ഥമാക്കുന്നു അതാണ്. വെറും 4 വരി കവിതയിലൂടെ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു 4 വരി കവിത. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇത് കേട്ട എല്ലാവർക്കും നന്ദി, സന്തോഷം.